എങ്ങനെയെങ്കിലുമൊക്കെ സഞ്ചരിച്ചാലും കർത്താവ് നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കും എന്നൊരു ഉറപ്പൊക്കെ വാഗ്ദാനം ചെയ്യുന്നവർ, അതൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങ് എത്തും എന്ന് പ്രതീക്ഷിച്ച് പ്രിയരെ ഒരിക്കലും സഞ്ചരിക്കരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കാതെ, കർത്താവ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ജീവിക്കാതെ, ദൈവം അനുവദിച്ചിരിക്കുന്നത് പോലെ സഞ്ചരിക്കാതെ ആ പർവ്വതത്തിൽ കയറാനോ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാനോ ഒരിക്കലും കഴിയത്തില്ല. അന്ന് പഴയ നിയമത്തിനകത്ത് മോശയ്ക്ക് അത് കഴിഞ്ഞില്ലെങ്കിൽ പുതിയ നിയമത്തിനകത്ത് ഒത്തിരി പേര് ജീവിതത്തിനകത്ത് ഈ പർവ്വതത്തിൽ കയറാം എന്ന് പറഞ്ഞ് സഞ്ചരിച്ച് വിശ്വസ്തയോടെ കയറിയ ഒത്തിരി പേര് നിൽക്കുമ്പോൾ നമ്മളും ആ വിശ്വസ്തതയ്ക്കകത്ത്, ലേഖനത്തിൽ പറയുന്നുണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, എന്തുവാണ് അവരുടെ സാക്ഷ്യം? നിർമ്മല ഹൃദയം, നിർവ്യാജ സ്നേഹം, കള്ളസത്യം ചെയ്യാതെ